Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. നോക്കൂ, ഈ വരുന്ന പരീക്ഷയിൽ നമ്മൾ ഉറപ്പായും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്രാമർ ചോദ്യമാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. നിങ്ങൾ പലർക്കും ചിലപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നിങ്ങളൊന്നും പേടിക്കേണ്ട. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ട്രിക്കി ക്വസ്റ്റൻ ആണ്. ഞാൻ ഈ ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ റൂൾസ് വളരെ കൃത്യമായിട്ട് പറയും. നിങ്ങൾ എന്നെ കേട്ടിരിക്കുക, പറ്റുമെങ്കിൽ നോട്ട്സ് എടുക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമ്മൾ മെഗാ മാരത്തൺ വരുന്നുണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം, ഉറപ്പായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നോക്കൂ, ഇതാണ് ചോദ്യം. നിങ്ങൾ ഈ വീഡിയോ 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് പോസ് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ എന്താണ് എന്നൊന്ന് എഴുതി നോക്കുക. ഓക്കെ ആണോ? ഇനി നമുക്ക് വരാം. നോക്കൂ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, നമുക്കിതിൽ 2 സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യാൻ തന്നിട്ടുണ്ടാവും. എക്സാമിന് 2 സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യാൻ തന്നിട്ടുണ്ടാവും. അക്ബർ ചോദിക്കുന്ന ഒരു ചോദ്യം, അലിയുടെ ആൻസർ. ഇതിൽ അക്ബർ ചോദിക്കുന്നത് ഒരു WH ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അതുപോലെ അലിയുടെ ആൻസർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പ്രസ്താവനയാണ്. നമ്മൾ ഈ 2 പാർട്ടും സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കോളൂ. ഞാൻ ആദ്യം A പാർട്ട് എടുക്കുകയാണ്. ഒരു റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമുക്ക് 5 സ്റ്റെപ്സ് ആണുള്ളത്, അല്ലെങ്കിൽ 4 സ്റ്റെപ്സ് ആണുള്ളതെന്ന് വിചാരിക്കും. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആര് ആരോട് ചോദിച്ചു അല്ലെങ്കിൽ ഉത്തരം കൊടുത്തു എന്ന് എഴുതുകയാണ്. റൈറ്റ് ഹൂ ആസ്ക് ടു ഹും ഓർ റിപ്ലൈ ടു ഹും. അപ്പൊ ഇവിടെ ആരോടാ ചോദിക്കുന്നത്? ആദ്യത്തെ പാർട്ടിൽ അക്ബർ അലിയോടാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങാം? അക്ബർ ആസ്ക്ഡ് അലി. സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 എന്താണ്? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ലിങ്കിങ് വേർഡ് ചേർക്കണം. അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ലിങ്കിങ് വേർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ ലിങ്കിങ് വേർഡ് സെയിം ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും. അതായത് വാട്ട് ആർ യു ഡൂയിങ് ആണെങ്കിൽ വാട്ട്, വേർ ആർ യു ഗോയിങ് ആണെങ്കിൽ വേർ. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ ലിങ്കിങ് വേർഡ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത് ഇഫ് എന്നാണ്. ആൻഡ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന്റെ ലിങ്കിങ് വേർഡ് എന്താണ്? ദാറ്റ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കി, ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു WH ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ WH ക്വസ്റ്റ്യൻ ലിങ്കിങ് വേർഡ് എന്താണ്? വൈ. സോ സ്റ്റെപ്പ് നമ്പർ 2 കഴിഞ്ഞു. സ്റ്റെപ്പ് നമ്പർ 3 എന്താ? ലിങ്കിങ് വേർഡ് കഴിഞ്ഞ ഉടനെ സബ്ജക്റ്റ് എഴുതുക. ഇതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആ എക്സെപ്ഷനെ കുറിച്ച് നമുക്ക് ഇന്ന് വൈകുന്നേരം സംസാരിക്കാം. പക്ഷെ നോർമൽ കേസിൽ നമ്മൾ ലിങ്കിങ് വേർഡ് കഴിഞ്ഞാൽ എന്ത് എഴുതും? സബ്ജക്റ്റ് എഴുതും. ഇവിടെ വൈ ഡിഡ് യു അപ്സെറ്റ് മൈ ബോക്സസ് ഓഫ് വെജിറ്റബിൾ? മീ, യു ആണ് സബ്ജക്റ്റ്. യു എന്നാരെ വിളിക്കുന്നത്? അലിയാണ്. അപ്പൊ അലി റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവും? ഹീ എന്നാവും. ഓക്കെ ആണല്ലോ. സോ ആരോട് ചോദിച്ചു? ലിങ്കിങ് വേർഡ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വേർബിനെ മാറ്റണം. എനിക്കറിയാം ഇവിടെയാണ് ഈ ചോദ്യം കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. ഇവിടെ ഏതാണ് വേർബ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഓൾറെഡി റിപ്പോർട്ടഡ് സ്പീച്ച് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ വേർബ് ഏതാണ്? അപ്സെറ്റ് ആണ്. സാധാരണഗതിയിൽ നമ്മളൊരു അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ V1 കണ്ടാൽ അതിന് എന്തിലേക്ക് മാറ്റും? V2ലേക്ക് മാറ്റും. എന്നാൽ ഈ ചോദ്യത്തിൽ ഒരു വലിയ കുരുക്കുണ്ട്. ഇവിടെ ഡിഡ് കൂടെ ഉണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന WH ക്വസ്റ്റനിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ ഡിഡും ആ വേർബിന്റെ ബേസ് ഫോമും ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഡിഡും ഉണ്ട് അപ്സെറ്റും ഉണ്ട്, അപ്പോൾ ആ വേർബിന്റെ V2 ആയിട്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതിലെ വേർബ് വെറും അപ്സെറ്റ് അല്ല. എന്താണ്? ഡിഡ് പ്ലസ് അപ്സെറ്റ് ആണ്. എന്താണ്? ഡിഡ് പ്ലസ് അപ്സെറ്റ് ആണ്. അപ്പം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം. എന്താണ്? ഡിഡ് വന്നു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തിലേക്ക് മാറണം? ഹാഡ് പ്ലസ് V3യിലേക്ക് മാറണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ വൈ ഹി ഹാഡ്. അപ്സെറ്റിന്റെ V3 എന്താണ്? സെറ്റിന്റെ V3 എന്താ? സെറ്റ് അല്ലേ. അപ്പൊ അപ്സെറ്റിന്റെ V3 എന്താ? ഹി ഹാഡ് അപ്സെറ്റ് മൈ ബോക്സസ് ഓഫ് വെജിറ്റബിൾ എന്നുള്ളത് ഹിസ് ബോക്സസ് ഓഫ് വെജിറ്റബിൾസ് എന്നാവും. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ആലോചിച്ച് പോകണം. ഇനി നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്ക് വരാം, അല്ലെങ്കിൽ 2ാമത്തെ പാർട്ടിലേക്ക് വരാം. ഇതൊക്കെ നമുക്ക് ഒരു അരികിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് നിലവിൽ ആവശ്യമില്ലാത്ത ഡാറ്റാസ് ആണ്. 2ാമത്തെ ചോദ്യം നമ്മൾ ഇങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്. B പാർട്ട്. ആരോട് ചോദിച്ചു അല്ലെങ്കിൽ ഉത്തരം കൊടുത്തു. ഇവിടെ അലി ചോദിക്കുന്നതല്ല, അലി ഉത്തരം കൊടുക്കുന്നതാണ്. അപ്പൊ എന്ത് പറഞ്ഞാൽ മതി? അലി റിപ്ലൈഡ് എന്ന് പറഞ്ഞാൽ മതി. അടുത്ത എന്താണ്? ലിങ്കിങ് വേർഡ് ഉപയോഗിക്കണം. നോക്കൂ, ഞാൻ ഓൾറെഡി പറഞ്ഞു സ്റ്റേറ്റ്മെന്റിന്റെ ലിങ്കിങ് വേർഡ് എന്താണ്? ദാറ്റ് ആണ്. ലിങ്കിങ് വേർഡ് കഴിഞ്ഞാൽ എന്ത് ഉപയോഗിക്കണം? സബ്ജക്റ്റ്. ഐ എന്ന് പറഞ്ഞാൽ അത് അലി ആയതുകൊണ്ട് ഹീ എന്നാവും. അടുത്തത് വേർബിനെ മാറ്റണം. നോക്കൂ, ഇവിടെ കുഡ് എന്ന് പറഞ്ഞ ഓക്സിലറി വേർബും ഫൈൻഡ് എന്ന് പറഞ്ഞ മെയിൻ വേർബും ഉണ്ട്. ഡു, ഡസ്, ഡിഡിന്റെ കേസിൽ ഒഴികെ ബാക്കി എല്ലാത്തിലും ഓക്സിലറി വേർബും മെയിൻ വേർബും വന്നാൽ നമ്മൾ ഓക്സിലറി വേർബിനെ മാത്രം പാസ്റ്റിലേക്ക് മാറ്റിയാൽ മതി. അപ്പൊ നമ്മൾ കുഡിനെ പാസ്റ്റിലേക്ക് മാറ്റണം. അപ്പൊ അടുത്ത പ്രശ്നം വന്നു. എന്തുകൊണ്ടാ? അതായത് നമുക്കറിയാം വില്ല് വന്നാൽ വുഡ് ആവും, ഷോള് വന്നാൽ ഷുഡ് ആവും, ക്യാന് വന്നാൽ കുഡ് ആവും,
മേ വന്നാൽ മൈറ്റ് ആവും. ക്യാൻ വന്നാൽ കുഡാവും. കുഡ് വന്നാലോ അതിനി പാസ്റ്റിലേക്ക് പോകില്ല. അപ്പോൾ കുഡ് വന്നാൽ ചേഞ്ച് ഇല്ല. അപ്പോൾ അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ അനാലിസിസ് ഉപയോഗിക്കേണ്ടത്. ഈ കുഡ് നോട്ട് എന്നുള്ളത് അനങ്ങില്ല, കുഡിൻ്റെ എന്താവും. ഫൈൻഡിന് എന്തെങ്കിലും മാറ്റം വരും? ഇല്ല. ഓക്സിലറി വെർബ് തൊടാൻ പറ്റില്ല, അപ്പോൾ മെയിൻ വെർബ് തൊടണ്ട. ഓക്സിലറി വെർബ് മാത്രം മാറ്റിയാൽ മതി. കുഡിൻ ഫൈൻഡ്. മൈ സിസ്റ്റർ ഷൂസ് എന്നുള്ള എന്താവും? ഹിസ് സിസ്റ്റേഴ്സ് ഷൂസ് എന്നാവും. സോ ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. ഇനി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയേണ്ടത്, സർ ഞങ്ങൾക്ക് റിപ്പോർട്ട് സ്പീച്ചിൻ്റെ കൂടുതൽ വീഡിയോസ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾ ലൈവിൽ വരാം. നമ്മൾ ആദ്യം തന്നെ റിപ്പോർട്ട് സ്പീച്ചൊക്കെ പഠിക്കും. ഇനി നിങ്ങൾക്ക് ഈ ആൻസർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സോ ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ സൈനിങ് ഓഫ് ഫ്രം സൈലന്റ് ലേണിംഗ്. നമ്മളിന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് കാണും. താങ്ക് യു എവരി വൺ.